കണ്ണൂരിൽ അവിടെ വി ഡി സതീശിന് വേണ്ടി പ്രകടനം എന്നൊരു വാർത്ത എത്തുകയാണ്. ഇരിട്ടിയിലാണ് വി ഡി സതീശിന് വേണ്ടി അനുകൂലികൾ തെരുവിലിറങ്ങിയത്. എം സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നോക്കാം, കണ്ണൂരിൽ കെ സുധാകരന്റെ തട്ടകത്തിൽ, അതായത് സുധാകരൻ സതീശിനെതിരാണ്, ആ സുധാകരന്റെ തട്ടകത്തിൽ സതീശിന് വേണ്ടി ആളുകളെ ഇറക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷ്, നാടെങ്ങും ആളുകളെ തെരുവിലിറക്കിയാണ് കെ സി വേണുഗോപാലിന് സതീശൻ വിഭാഗം മറുപടി നൽകുന്നത്. അതിപ്പോൾ ഇരിട്ടിയിലും നമ്മൾ കണ്ടിരിക്കുന്നു. കെ സുധാകരന്റെ പ്രവർത്തന തട്ടകം കൂടിയാണ്. സതീശനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സുധാകരന്റെ ഇടത്തു തന്നെ ആളുകളെ തെരുവിലിറക്കാൻ സതീശന് കഴിയുന്നു എന്നതും ഇതിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. മനു, തീർച്ചയായും കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും വി ഡി സതീശന് വേണ്ടി അനുകൂല പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഇരിട്ടിയിൽ സണ്ണി ജോസഫിന്റെ തട്ടകമായ ഇരിട്ടിയിൽ സതീശൻ അനുകൂല പ്രകടനം നടന്നു. പഴയങ്ങാടിയിൽ, അതായത് കെ സി വേണുഗോപാലിന്റെ പ്രദേശം ഉൾപ്പെടുന്ന പഴയങ്ങാടിയിൽ ഇന്നലെ ഈ വി ഡി സതീശന് വേണ്ടിയുള്ള പ്രകടനം നടന്നു. ഇന്ന് മമ്പറത്തും വൻകുളത്ത് വയലിലും ഒപ്പം തന്നെ പഴയങ്ങാടിയിൽ മറ്റൊരു സ്ഥലത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വി ഡി സതീശൻ അനുകൂല പ്രകടനം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജില്ലയിലെമ്പാടും വി ഡി സതീശന് വേണ്ടി പ്രവർത്തകരെ സതീശൻ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തെരുവിലിറക്കുന്നതാണ് കണ്ടത്. കാരണം കണ്ണൂരിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ, കോൺഗ്രസിന്റെ കണ്ണൂരിലെ കെ സുധാകരനും സണ്ണി ജോസഫും കെ സി വേണുഗോപാലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കെ സുധാകരൻ ആകട്ടെ പരസ്യമായി തന്നെ കെ സി വേണുഗോപാലിന് വേണ്ടി രംഗത്തെത്തുകയും ഇന്നലെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ കെ സി വേണുഗോപാലിന്റെ വലിയ ഫ്ലക്സ് സ്ഥാപിച്ചതുൾപ്പെടെ, വലിയ ബോർഡ് സ്ഥാപിച്ചതുൾപ്പെടെ കെ സുധാകരന്റെ അനുയായികളാണ്. അത്തരത്തിൽ കണ്ണൂരിൽ വ്യാപകമായി ഒരു ഭാഗത്ത് കെ സി വേണുഗോപാലിന് വേണ്ടിയുള്ള ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും എല്ലാം നിറയുമ്പോൾ പ്രവർത്തകരെ തെരുവിലിറക്കിക്കൊണ്ടാണ് ഈ വി ഡി സതീശൻ വിഭാഗം ഇതിനെ നേരിടുന്നത്. ഇന്നലെ സണ്ണി ജോസഫിന്റെ മണ്ഡലമായ പേരാവൂരിലെ ഇരിട്ടിയിലായിരുന്നു ഈ പ്രവർത്തകർ. അതിൽ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ട്, UDFന്റെ പ്രവർത്തകരുണ്ട്. അത്തരത്തിൽ വലിയ സമ്മർദ്ദ തന്ത്രത്തിലേക്ക് തന്നെ ഈ വി ഡി സതീശൻ പോവുകയാണ്. ഇന്ന് പലയിടത്തും, സംസ്ഥാനത്ത് പല സ്ഥലത്തും സമാനമായ രീതിയിലുള്ള പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ഒരു വി ഡി സതീശൻ അനുകൂല പ്രകടനങ്ങൾക്ക് അറിയിപ്പ് നൽകിക്കൊണ്ട് പല സ്ഥലങ്ങളിലും പ്രചരിക്കുന്ന പോസ്റ്ററുകളെല്ലാം ഒരേ ആൾ ഡിസൈൻ ചെയ്തതാണ്. അതിൽ സമയവും മാത്രമേ മാറ്റമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് യാദർച്ഛികമായി ഇത് സംഭവിക്കുന്നതല്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു നേതൃത്വത്തിന്റെ അറിവോടുകൂടി പല സ്ഥലങ്ങളിലും വി ഡി സതീശന് വേണ്ടി പ്രകടനങ്ങൾ നടക്കുകയാണ്. മനു, അതായത് ഇത് ഒരേ ആൾ തന്നെ ഡിസൈൻ ചെയ്തതാണെങ്കിൽ ഇതിന്റെയൊക്കെ ആലോചനാ കേന്ദ്രം ഒരൊറ്റയിടത്ത് നിന്ന് വരുന്നതാണല്ലേ? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഇപ്പോൾ ഇരിട്ടിയിൽ നടന്നിട്ടുള്ള ഈ പ്രതിഷേധ പ്രകടനത്തിൻ്റെയും ഇന്ന് പല സ്ഥലത്തും നടക്കാനിരിക്കുന്ന ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെയും നേതൃത്വത്തിനെതിരായ കെ സി വേണുഗോപാലിനെതിരായ ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെ എല്ലാം ഡിസൈൻ ഒറ്റ കേന്ദ്രത്തിൽ നിന്നാണ്. അതിൽ സ്ഥലവും സമയവും മാത്രമാണ് മാറ്റമുള്ളത്. എല്ലാ സ്ഥലത്തും മെഗാ പ്രകടനം എന്നുള്ള രീതിയിൽ വി ഡി സതീശൻ അനുകൂല പ്രകടനങ്ങൾ, ഒരേ ചിത്രങ്ങൾ, ഒരേ ഫോണ്ട്, ആ രീതിയിലാണ് അത് പ്രചരിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, ഇത് അതാത് പ്രദേശത്തെ ജനങ്ങൾ ഒരു വൈകാരിക പ്രകടനത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്നതല്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു ആലോചനയോടുകൂടി ഒരു സ്ഥലത്ത് നിന്നും നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രതിഷേധങ്ങളാണ് ഇവയെല്ലാം എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ എനിക്കിതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ സ്ഥലത്തെ ഈ പ്രകടനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളും പോസ്റ്ററുകളും എല്ലാം ഒറ്റ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ അത് ഏതോ കൃത്യമായും വി ഡി സതീശന്റെ അനുകൂലിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കി ജനങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തകരെ തെരുവിലിറക്കുക, അങ്ങനെ ഹൈക്കമാൻഡിനെയും ഉൾപ്പെടെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. ശരി, ഓക്കെ, താങ്ക് യു സന്തോഷ്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.